ഈ വീഡിയോയിൽ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാധ്യമങ്ങൾ ഈ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിനെ കുറിച്ച് അത്ര ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പല വാർത്താ മാധ്യമങ്ങളും നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ജിയോ പൊളിറ്റിക്സിൽ പല മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചമച്ചുകൊണ്ട് പല വാർത്തകളും പുറത്തിറക്കുന്നുണ്ട്. ഇത് നമ്പർ 1 വിഷയമാണ്. ഇതിനകത്ത് മെയിനായിട്ട് ആദ്യമേ തന്നെ ഒരു വിഷയം പറഞ്ഞു വെച്ചേക്കാം. ഇന്ത്യ റഷ്യ എണ്ണ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നിലവിൽ ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ച ഒരു താൽക്കാലിക വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരക്കെ വാർത്തകളായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ റഷ്യ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിലാണ് നമ്മൾ കാര്യം നോക്കിക്കാണേണ്ടത്. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങളിൽ ഒട്ടാകെ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും ഉള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ റഷ്യൻ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയെ മോണിറ്റർ ചെയ്യും എന്നുള്ള നിലയിൽ വാർത്തകൾ എഴുതി ചേർത്തിരിക്കുന്നത്. അതിപ്പം വൈറ്റ് ഹൗസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല. ഇന്ത്യയുടെ അഭിപ്രായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഓൾറെഡി വ്യക്തമാക്കിയതാണ്. 140 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും, അപ്പോൾ അതിൽ റഷ്യൻ എണ്ണയുമായിട്ട് ഒരു രീതിയിലുള്ള പരാമർശങ്ങളും പറയാതെ തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പറഞ്ഞു വെച്ചത്. ഇനി റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതിൽ ആർക്കാണ് കുഴപ്പം? ഈ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതിൽ ആദ്യമേ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് റിലയൻസ് കമ്പനിയാണ്. റിലയൻസ് കമ്പനിയാണ് എക്സ്പോർട്ടിന് ഇനി വാങ്ങിക്കുന്നില്ല. പക്ഷേ ഇപ്പം നിലവിൽ വാങ്ങിക്കുന്നത് നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ള നിലയിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. ഈ റിലയൻസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിഫൈനറി നടത്തുന്ന കമ്പനിയാണ്. അവരുടെ തീരുമാനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്, ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നതിന് റഷ്യ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പോൾ റഷ്യ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ ഡിഫൻസ് മേഖലയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് പ്രധാനമായിട്ട്. അല്ലാതെ എണ്ണയല്ല മെയിനായിട്ടുള്ള എയിം. അമേരിക്കയുടെ എയിം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡിഫൻസ് മേഖലയെ തുലയ്ക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും സാധ്യമല്ല. നമ്മൾ ഓൾറെഡി തന്നെ S-400 ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും റഷ്യയുടെ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 65% നമ്മൾ മുമ്പൊക്കെ 95% റഷ്യയുടെ എക്യുപ്മെന്റ്സ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ ബ്രഹ്മോസ് ആയിക്കോട്ടെ, അതുപോലെ S-400 ആയിക്കോട്ടെ, ഇതെല്ലാം ഇനിയും 2 യൂണിറ്റ് നമുക്ക് S-400 കിട്ടാനുണ്ട്. അതുപോലെ ഇന്ത്യക്കുള്ളിൽ S-500 ബന്ധപ്പെട്ട് നമ്മളുടെ അടുത്ത നെക്സ്റ്റ് ലെവൽ പ്രോഗ്രാം ഉണ്ട്. നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു സെൻട്രലൈസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ റഷ്യൻ ടെക്നോളജി ആയിക്കോട്ടെ, റഷ്യയുടെ പാർട്ടിസിപ്പേഷൻ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർണായകമാണ്. നമ്മൾ 2033 വരെ നമ്മളിപ്പോൾ നിലവിൽ കരാർ പുതുക്കിയിരിക്കുകയാണ്. ഏതാണ്? ഡിഫൻസ് കോർപ്പറേഷന്റെ കരാർ. അത്തരത്തിലുള്ള കരാർ മുന്നിൽ നിൽക്കുമ്പോഴാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ വന്നിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഡിപ്ലോമാറ്റിക്കലി ചില വിള്ളലുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറിൻ പോളിസിയിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ള നിലയിലൊക്കെ സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാകിസ്ഥാനിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിനെ അപലപിച്ചു, പാകിസ്ഥാൻ ഗവൺമെന്റിനെയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിനെയൊക്കെ പാമ്പർ ചെയ്തു എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കുന്നത്. റഷ്യ അങ്ങനെ ചെയ്തിട്ടില്ല. റഷ്യയുടെ വാർത്താ ഏജൻസി തന്നെ അത് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഫേക്ക് നെറേറ്റീവാണ്. ഈ ഫേക്ക് നെറേറ്റീവ് സൃഷ്ടിക്കാൻ വളരെ മിടുക്കന്മാരായിട്ടുള്ള പാകിസ്ഥാനികളുണ്ട്. അവരിങ്ങനെ ഫേക്ക് നെറേറ്റീവ് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടേയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ JF-17 ഫൈറ്റർ ജെറ്റ് തുടരെ പല രാജ്യങ്ങൾക്കും വിറ്റു എന്ന് പറഞ്ഞിട്ട് 2-3 ഡേറ്റുകളിൽ ഫ്രീക്വന്റ് ആയിട്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള ഡേറ്റുകളിൽ പ്രസ്താവന ഇറക്കിയ ആൾക്കാരാണ്. ഇന്ന് 50 എണ്ണം വിൽക്കുന്നു, നാളെ 25 എണ്ണം വിൽക്കുന്നു, മറ്റന്നാൾ ഒരു 15 വിൽക്കുന്നു. ഏത് JF-17 ഫൈറ്റർ ജെറ്റ് ചോക്ലേറ്റ് വിൽക്കുന്ന പോലെയാണ് വിൽക്കുന്നത്. ഇന്ന് പലചരക്ക് കടയാണ്. അപ്പൊ ആ രീതിയിലാണ് പാകിസ്ഥാന്റെ മീഡിയ. അപ്പൊ ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര കരാറിലേക്ക് മുന്നോട്ട് പോയതും 50% മുകളിലിരുന്ന താരിഫ് 18% കുറഞ്ഞതും പലരുടെയും പല രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് നല്ല അസ്വസ്ഥതയുണ്ട്. കാരണം ഇന്ത്യ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പാകിസ്ഥാന്റെ അസീം മുനീറിനും അതുപോലെ ഷഹബാസ് ഷെരീഫിനും പുറത്തോട്ടിറങ്ങാം. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ കച്ചവടമായിരുന്നു ക്രിപ്റ്റോ കറൻസി. അതിപ്പോൾ ഏതവസ്ഥയിൽ തകർന്നെറിഞ്ഞ് കിടക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ തന്നെ അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ മേഖലകളാണ് ട്രംപും പാകിസ്ഥാനും ഡീൽ ചെയ്യുന്നത്. പിന്നെ റെയർ എർത്ത് എലമെന്റ്സ്, അത് അമേരിക്കയിലുള്ള പ്രൈവറ്റ് കമ്പനികൾ പാകിസ്ഥാന്റെ ഉള്ളിൽ വന്നിട്ട് കൊടുക്കേണ്ട ആൾക്കാർക്ക് പൈസ കൊടുത്ത് കൃത്യമായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ അവരെടുത്തുകൊണ്ട് പോകും. ഇതാണ് പാകിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ ഇടപാട്. അതിലുപരിയായിട്ട് ഒരു ഇടപാടുമില്ല. പിന്നെ F-16 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ച് എമൗണ്ട് ഒക്കെ പാസ്സാക്കി ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഒന്ന് പുതുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അത് നടപ്പിലായിട്ടില്ല. പിന്നെ അതും തന്നെ അമേരിക്കൻ കമ്പനിയുടെ ഫൈറ്റർ ജെറ്റാണ് F-16. അപ്പോൾ ഈ പൈസ പോകുന്നത് അമേരിക്കൻ കമ്പനിക്കാണ്. ആ കമ്പനി അത് വാങ്ങിച്ചിട്ട് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവർ പോകും. ഇതാണ് സംഗതി. ഇനി അതും വേണമെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയുമായിട്ട് സംസാരിച്ച് അത് എത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റും അത്രത്തോളം ഡിലേ ചെയ്യിപ്പിക്കാനും സാധിക്കും. ഇനി പാകിസ്ഥാനും റഷ്യയുമായിട്ടുള്ള ബന്ധം,
അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. റഷ്യ പണ്ട് മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ NDA സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ ഡിഫൻസ് മേഖലയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ടാണ് ആദ്യ ബാച്ച് 2016 തോന്നുന്നു റഫേൽ ഫൈറ്റർ ജെറ്റ് ഇന്ത്യക്കുള്ളിൽ വരുന്നത്. അപ്പോഴും റഷ്യൻ ഫൈറ്റർ ജെറ്റിന്റെ ഒരു ബാച്ചിനെ നമ്മൾ തഴഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫ്രഞ്ച് ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള റഫേൽ വാങ്ങിക്കുന്നത്. ഈ റഫേൽ വാങ്ങിച്ച സമയം തൊട്ട് തന്നെ പാകിസ്ഥാനുമായിട്ട് ഒരു ചെറിയ റിലേഷൻഷിപ്പ് റഷ്യ വെച്ച് പുലർത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങ് ഊഷ്മളമായ ബന്ധം അങ്ങ് ശക്തിപ്പെടുത്തി ഭയങ്കരമായിട്ട് എന്തോ അങ്ങ് മെച്ചപ്പെട്ട് എക്കണോമിക്കലി ഡിഫൻസ് മേഖലയിലൊക്കെ ഭയങ്കര പുരോഗതിയിലേക്ക് അങ്ങ് വന്നു കളയാമെന്ന് പറഞ്ഞിട്ടല്ല. അതാദ്യം മനസ്സിലാക്കണം. റഷ്യ പാകിസ്ഥാനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സഹായിക്കുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ടാക്ടിക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ കരുതിക്കൊണ്ട് മാത്രമാണ്. അല്ലാതെ പൂർണ്ണമായിട്ടും റഷ്യക്ക് ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് ഒത്തു നിൽക്കാൻ കഴിയുകയില്ല. കാരണം ഫണ്ടമെന്റലി അവർ രണ്ടുപേരും തമ്മിൽ രണ്ട് പാത്രത്തിലാണ്. കാരണം അതിന് അഫ്ഗാനിസ്ഥാന്റെ ചരിത്രം കുറച്ചെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പുടിനൊക്കെ അന്ന് വളരെ ഡീപ്പ് ലെവലിൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഡിസ്റ്റൻസിലേ നിർത്തുകയുള്ളൂ. അല്ലാതെ പാകിസ്ഥാനുമായിട്ട് ഒരിക്കലും ഇന്ത്യയുമായിട്ട് വെച്ചിരിക്കുന്ന ബന്ധം പോലെ പാകിസ്ഥാൻ റഷ്യ ബന്ധം ഒരിക്കലും ഊഷ്മളമാകാൻ പോകുന്നില്ല. ഇനി നിലവിലെ റഷ്യയുടെ അവസ്ഥയാണെങ്കിൽ റഷ്യക്ക് പൈസ വേണം. പക്ഷേ പാകിസ്ഥാനെ കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ കഴിയും പൈസ കൊടുത്ത്? അത് സാധ്യമല്ല, അസാധ്യമായിട്ടുള്ള വിഷയമാണ്. ഇപ്പം റഷ്യ എന്തെങ്കിലുമൊക്കെ പ്രപ്പോസൽ വെക്കുന്ന വെച്ചു, എന്തെങ്കിലും ഫൈറ്റർ ജെറ്റിന്റെ പ്രോഗ്രാം, ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം അവർ പ്രപ്പോസ് ചെയ്യുന്നു. ഇതിന്റെ മുതൽ മുടക്ക് ആര് ചെയ്യും? പാകിസ്ഥാന്റെ ഉള്ളിൽ എന്താണുള്ളത്? റഷ്യ ടെക്നോളജിയും കൊടുത്ത് ഫൈറ്റർ ജെറ്റും കൊടുത്ത് ചിറകും എഞ്ചിനും ബോഡിയും എല്ലാം കൊണ്ടുപോയി അവിടെ പോയി ഫിക്സ് ചെയ്ത് പാകിസ്ഥാനെ നന്നാക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? പാകിസ്ഥാൻ IMFന്റെ വാതിലും വേൾഡ് ബാങ്കിന്റെ വാതിലും മാറി മാറി മുട്ടിക്കൊണ്ട് നടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കൂടി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ, നമ്മളെല്ലാവരും ഭിക്ഷാടകരെ പോലെയാണ് നോക്കി കാണുന്നത്. ഞാൻ എല്ലാ രാജ്യങ്ങളിലും പോകുമ്പോഴത്തേക്കും എനിക്ക് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പാകിസ്ഥാന് തന്നെ അപമാനകരമാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. ഈ സാഹചര്യത്തിലാണ് റഷ്യയും പാകിസ്ഥാനും കൂടി ചേർന്ന് ഭയങ്കരമായിട്ട് ലോകം മാറ്റിമറിക്കാൻ പോവുകയാണെന്നുള്ള അജണ്ട, പ്രൊപ്പഗണ്ട, അതേപോലെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ അങ്ങ് രാവിലെ തന്നെ വാർത്ത വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വിളമ്പുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യയും പാകിസ്ഥാനും തമ്മിൽ 2016 മുതലേ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അത് അവർ തമ്മിൽ സ്ഥിരമായിട്ട് നടക്കുകയാണ്. പക്ഷെ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. റഷ്യ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രൂപ്പിനെ അയക്കും. അവർ ശരിക്കും അളന്ന് കുറിച്ചാണ് പോകുന്നത്. എന്താണോ അവർ നടത്തേണ്ട എക്സസൈസ് അത് വൃത്തിയായിട്ട് നടത്തിയിട്ട് അവരിങ്ങ് പോരും, അത്രേ ഉള്ളൂ. അത് പാകിസ്ഥാൻ പലപ്പോഴും അത് വലിയൊരു സംഗതിയായിട്ട് എടുത്തു കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഡ്രൂഷ്ബ 8 എന്ന് പറഞ്ഞ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് 2025 സെപ്റ്റംബർ മാസമാണ് അവർ അത് പൂർത്തീകരിച്ചത്. അത് സെപ്റ്റംബർ 15 മുതൽ 27 വരെ, അത് ഓൾമോസ്റ്റ് ഒരു 12 ദിവസം. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് 12 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന മിലിറ്ററി എക്സസൈസ് ഒക്കെ പാകിസ്ഥാനുമായിട്ട് റഷ്യ പണ്ട് മുതലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഷ്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള മോസ്കോ ഇസ്ലാമാബാദ് ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ എക്സസൈസ് നടത്തുന്നതെന്നാണ് പറയുന്നത്. മെയിനായിട്ട് കൗണ്ടർ ടെററിസമാണ് അവർ ലക്ഷ്യമിടുന്നത്. 2016 മുതൽ അവർ നടത്തുന്നുണ്ട് ഈ ഒരു എക്സസൈസ്. നമ്മൾ റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ ഓർഡർ പ്ലേസ് ചെയ്തത് മുതൽ റഷ്യ ചെറുതായിട്ട് പാകിസ്ഥാനെ ഒന്ന് സൈഡിൽ ഒന്ന് ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ട് ഒന്ന് കൂട്ടുപിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇപ്പോഴാണ് എന്തോ സംഭവിക്കുന്നത് കണക്ക് റഷ്യ എന്തോ പെട്ടെന്ന് പാകിസ്ഥാന്റെ ചേരിയിലേക്ക് പോയത് കണക്കുള്ള വാർത്തകളൊക്കെയാണ് അടിച്ചിറക്കുന്നത്. റഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ളതിനേക്കാളും 10 മടങ്ങ് ശക്തമാണ് ഇന്ത്യ റഷ്യ ബന്ധം. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ ഡിഫൻസിൽ DRDOയിൽ കൃത്യമായിട്ട് എന്തെല്ലാം പദ്ധതികൾ, എന്തെല്ലാം മിഷനറീസ് റഷ്യയും ഇന്ത്യയും തമ്മിൽ എന്തെല്ലാം ഫ്യൂച്ചർ പ്രോഗ്രാംസ് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. അത്ര സിമ്പിളാണ് കാര്യം. അമേരിക്കയുടെ നിലപാടുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പം വേറൊരു വാർത്ത ഞാൻ കേൾക്കാനിടയായത്, റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് വരുന്ന ഏപ്രിലോട് കൂടി അവസാനിപ്പിക്കും. ഓക്കെ, ലെറ്റ് സി. ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്ട്രിയിൽ നിന്ന് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ ഓയിൽ കമ്പനികളുടെ റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ഡിസ്കഷൻ ചെയ്യേണ്ടതുണ്ട്. ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഫ്യൂച്ചറിലേക്കുള്ള പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട അലോക്കേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. പിന്നെ ഈ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ കുറിച്ച് റഷ്യക്ക് എന്താണ് ധാരണ എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് റഷ്യക്ക് നല്ലത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഇന്ത്യ റഷ്യൻ എണ്ണ നിർത്തിയാലും റഷ്യക്ക് അതൊരു വിഷയമല്ല. അതന്നെയാണ് റഷ്യയുടെ നിലപാട്. റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ എൻഗേജ് ചെയ്തുകൊണ്ടുള്ള പുതിയ വ്യാപാര തലങ്ങളിലേക്ക് മാറുകയാണെന്നാണ് അവർ പറയുന്നത്. റഷ്യയാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയം. ഇന്ത്യയുമായിട്ട് ഫർദർ ആയിട്ടുള്ള ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് പലപ്പോഴായിട്ട് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ബ്രിക്സിന്റെ അണ്ടറിലാണ് ഈ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത് എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോവ്
പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. റഷ്യ ആൻഡ് ഇന്ത്യ കോപ്പറേറ്റ് ഇൻ എ ന്യൂ ഡയറക്ഷൻ. ഇത് പറഞ്ഞത് റഷ്യൻ അംബാസഡറാണ്. ഇന്ത്യയും റഷ്യയും പുതിയ വ്യാപാര മേഖലകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണ് റിലേഷൻഷിപ്പ്. മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ കോപ്പറേഷൻ അൻറ്റിൽ 2031 ആ എഗ്രിമെന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ന്യൂ ഏരിയ ഓഫ് കോപ്പറേഷൻ സച്ചസ് ലേബർ മൊബിലിറ്റി, അതായത് ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ജോയിന്റ് ആയിട്ട് വി ഹാവ് സ്പെസിഫിക്കലി അഗ്രീഡ് ടു വർക്ക് ടുഗദർ ഓൺ ദ ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ. ഒരുപാട് മിഷനറീസ് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ, പ്രത്യേകിച്ച് റഷ്യയുടെ 144T300 ടർബോ പ്രൊപ്പല്ലർ എയർക്രാഫ്റ്റ് അത് ഇന്ത്യക്കുള്ളിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയും റഷ്യയും ജോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതുപോലെ യാത്രക്കാർക്കുള്ള വിമാനം എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ടെക്നോളജി ഉൾപ്പെടെ ഇന്ത്യക്കുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ പല ബന്ധങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓരോന്ന് എണ്ണി പറയുന്നില്ല. എല്ലാം തന്നെ നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ചാനലുകളിൽ പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എണ്ണി പറഞ്ഞാൽ അത്രമേലുണ്ട്, തീരാത്തതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഒരു പുതിയ ട്രേഡ് ഡീൽ ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ റഷ്യ ബന്ധം അങ്ങനെ തീരുന്ന ഒരു വിഷയമല്ല. അതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യ അങ്ങോട്ട് കൂടുതൽ താല്പര്യം കാണിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡീപ്പ് റൂട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഫോറിൻ പോളിസി ഒന്നും തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ നമ്മൾ നേരെ പോയി അമേരിക്ക എടുത്ത് ഞങ്ങൾ റഷ്യ അങ്ങ് വെട്ടി മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. അതായത് വൈറ്റ് ഹൗസ് ആണ് ഈ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. ഈ വൈറ്റ് ഹൗസ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത് തന്നെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് നമുക്ക് ട്രേഡ് എഗ്രിമെന്റ് തയ്യാറായി വരുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റൊരു രാജ്യത്തിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് സാധ്യമല്ല. കാരണം ഒരു ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമല്ല ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാവേണ്ടത്. അതായത് ട്രേഡ് എഗ്രിമെന്റുകൾക്ക് നിശ്ചിത പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ റഷ്യയുടെ കാര്യത്തിന് എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് സാധ്യമല്ല. അങ്ങനത്തെ ഒരു ട്രേഡ് എഗ്രിമെന്റിൽ ഇന്ത്യ ഒപ്പുവെക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാൾ നമ്മൾ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നേരെ 50% തീരുവ ചുമത്തിയിരുന്നത് ഇന്ത്യ ഇത്രയും നാളും എന്തുകൊണ്ടാണ് അത് ഡൈജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്? ഇത് സെയിം റഷ്യയുടെ റിലേഷൻഷിപ്പിനെ ചൊല്ലിയാണ്. പിന്നെ അതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെന്റിൽ അത് എഴുതി കുറിച്ചുകൊണ്ട് റഷ്യയുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ഒരിക്കലും വരില്ല. അങ്ങനത്തെ ഒരു എഗ്രിമെന്റിൽ ഇന്ത്യ ഒരിക്കലും സൈൻ ചെയ്യാൻ പോകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിലവിൽ ഏപ്രിലിന് ശേഷമുള്ള ഓയിൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലും അത് ക്യാബിനറ്റ് മീറ്റിംഗ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ എനർജി വകുപ്പ് മന്ത്രിയുമായിട്ട് എണ്ണ കമ്പനികളുടെ മേധാവികളുമായി എണ്ണ കമ്പനികളുടെ റെപ്രസെന്റേറ്റീവുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓയിൽ പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ന രീതിയിൽ ഇറക്കുമതി ചെയ്യാം എന്നുള്ളൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ട് അതിന്റെ ആ ഒരു കോട്ട ബേസിസിൽ ഓയിൽ വാങ്ങിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ ചുമ്മാ വന്നിരുന്നിട്ട് ഇന്ത്യ റഷ്യൻ ഓയിൽ നിർത്തിയെന്നും ഇന്ത്യ റഷ്യ ബന്ധം തന്നെ തകർന്നു എന്നൊക്കെ വാർത്തകൾ അടിച്ചിറക്കുന്നുണ്ട്. അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്, ഫേക്ക് നറേറ്റീവ് ആണ്. റഷ്യക്ക് തന്നെ അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല. പകരം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങളാണ് റഷ്യ പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ട്രേഡും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫേക്ക് നറേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.